ഹലോ നമസ്കാരം. ഫിറോസ് ഖാൻ കുണ്ടായിത്തോട്. ഇതെൻ്റെ ഫാദറാണ് അഹമ്മദ് കോയ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുണ്ടായിത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. 10-24 വർഷങ്ങളായിട്ട് പെറ്റ്സുകളുടെ കൂടെയാണ് ജീവിതം മുഴുവനും. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവർക്ക് ഫുഡിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഞാൻ സെറ്റപ്പ് ചെയ്തത്. ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3.5 വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുള്ളി എനിക്ക് ഇത് സംഭവം എത്തിച്ചെന്നു. ഇന്ന് ഞാൻ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തു, ജനങ്ങളിലേക്ക് എത്തിച്ചു. പിന്നെ ഇത് നിങ്ങൾക്ക് കിളികൾക്ക് കൊടുക്കാം, മീനുകൾക്ക് കൊടുക്കാം, കോഴികൾക്ക് കൊടുക്കാം, മനുഷ്യന് കഴിക്കാം, എല്ലാത്തിനും കഴിക്കാം. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവ സൃഷ്ടിയിലെ 5 കാര്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. മത്സ്യവർഗ്ഗങ്ങൾക്ക്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, മനുഷ്യന്, ഇനി ലാസ്റ്റ് വരുന്നത് സസ്യങ്ങൾക്ക്. ഈ സസ്യങ്ങൾക്ക് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇതൊന്നും കൊടുക്കുന്ന ഫുഡ് ഫൈനലായിട്ട് ഒഴിവാക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറി വരുന്നുണ്ട്. ആ ഒഴിവാക്കുന്നത് ഇവരുടെ മലമൂത്ര വിസർജനങ്ങൾ അടങ്ങിയതാണ്. അയച്ചാൽ നമ്മൾ കയ്യിലായാൽ ഒന്നും കയ്യിൽ ഡാമേജ് ആവാനോ ഒന്നുമില്ല. അത് നമുക്ക് സസ്യങ്ങൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. മനുഷ്യനിത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം, ഏത് രീതിയിൽ ഉപയോഗിക്കാം. ഇത് ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് നമുക്കിതിപ്പോൾ ഏത് പലഹാരം ഉണ്ടാക്കണോ, എന്തുണ്ടാക്കണോ അതിൻ്റെ കൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്കിത് പേസ്റ്റായിട്ടും പൗഡറായിട്ടും ക്രീമായിട്ടും ഇത് വേർതിരിക്കാം. ഇപ്പം നമുക്കിപ്പോൾ ഇതിൻ്റെ പുഴു എന്ന ഒരു പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയവും ഒരു അറപ്പും വെറുപ്പും ഒക്കെയാണ്. ഇത് മനുഷ്യ സഹജമാണ്, ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ ഈ രൂപം നമുക്ക് മാറ്റാൻ പറ്റും. എന്തുകൊണ്ട് വെച്ചാൽ നമുക്കിത് പൗഡറാക്കിയിട്ടെടുക്കാം, ക്രീമാക്കിയിട്ടെടുക്കാം, പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ കൂടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടന്റ് അതിൽ ഫില്ലാവും ചെയ്യും, നമുക്ക് കാര്യങ്ങൾ നടക്കും ചെയ്യും. പിന്നെ നമുക്ക് ബർഗറോ സാൻഡ്വിച്ചോ ഇനി ഉപ്പുമാവോ അല്ലെങ്കിൽ ഓംപ്ലേറ്റോ ബിരിയാണിയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ബിരിയാണി, പിട്ട്, ഓംപ്ലേറ്റ്, ബർഗർ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തു. ഇവിടെ നമുക്ക് ഏറ്റവും ഒരു സാധാരണക്കാരന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന സംഭവമാണ്. ഒരു എഗ്ഗ് ഉണ്ടെങ്കിൽ ഒരു 10 വേമും അതിലെടുത്തിട്ടിട്ട് നമുക്ക് ഒരു ഒറ്റ ഓംപ്ലേറ്റ് അടിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരു നെഗറ്റീവും വരാനില്ല. ഇത് നമുക്ക് എല്ലാവരും ഇപ്പം ഇന്ന ആളെന്നല്ല, നമുക്ക് പല ആളുകളും ഇത് തിന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു വലിയൊരു സ്റ്റാർ ഹോട്ടലിലാണ് ഈ ഇതിനൊരു ഫുഡിനൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് ഞാനും നിങ്ങൾ അവിടെ പോയി വരി നിൽക്കും. ഇതൊരു സാധാരണക്കാരൻ്റെ കയ്യിലാകുമ്പം അവിടേക്ക് എത്താൻ ആ സമയം എടുക്കുന്നത്. പക്ഷെ എങ്കിലും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് വിപണനം നടത്താൻ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഇല്ല. അതുകൊണ്ട് ഇനിയും ഇത് വിജയത്തിലേക്കാണ് പോകുക എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. എന്ന് വെച്ചാൽ ഇത്രയും പ്രോട്ടീനുള്ള ഒരു ഭക്ഷണം ഞാനും നിങ്ങൾ ഇന്ന് കഴിച്ചതിൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനേ ഇല്ല. ഇത് തുടങ്ങാൻ നമുക്ക് ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 2450 രൂപയാണ്. അത് നിങ്ങൾ ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്ക് ആ എമൗണ്ട് തന്നെ വരും. നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ ആ ഒരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്നത്, അല്ലാണ്ട് അതിന് വേറെ ഒരു അഡീഷണൽ എമൗണ്ട്സ് ഒന്നുമില്ല. ഇത് നമുക്ക് വീടിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു 3-4 ട്രേ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ അട്ടി വെച്ച് നമുക്ക് ട്രേ വെക്കാം. നമുക്ക് ഒരു ട്രേയുടെ മുകളിൽ 15 ട്രേ വരെ നമുക്ക് അട്ടിയിൽ വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിൽ നിന്നും കൊണ്ടുപോയ ഒരുപാട് ആളുകളിൽ ഇപ്പോൾ ഇത് വളർത്തുന്നുണ്ട് എന്നല്ലാതെ ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ആരും തന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലില്ല എന്ന് തന്നെ ഉറപ്പിച്ചും പറയാൻ പറ്റും. ഇത് മീൽ വാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേമാണ്. അല്ലാണ്ട് നമ്മളിത് ഏതോ ഒരു മാലിന്യത്തിൽ നിന്നും സ്വരൂപിച്ചിട്ട് ഒരു ടാങ്കിലിട്ടിട്ട് നിങ്ങൾക്ക് വർണ്ണപ്പക്കറ്റോട് കൂടി കാണിച്ചു തന്നാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ ആരുടെ മനസ്സിലും വേണ്ട. MELA. അപ്പം ഈ മീൽ ആ ഭക്ഷണത്തിൻ്റെ ഒരു തുടക്കം തന്നെ ദൈവം അതിനെ ആദ്യമേ നൽകി. ആ ഒരു നാമത്തിലാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചിരുന്നു, എടാ ഇത് നിങ്ങൾക്ക് ഏത് മാലിന്യത്തിൽ നിന്നാണ് കിട്ടിയിരുന്നതെന്നൊക്കെ. പക്ഷേ പുള്ളിക്ക് പോയി തെരിയാനായിരുന്നു പുള്ളിയുടെ ചോദ്യം, അല്ലാണ്ട് പുള്ളിക്ക് വേറെ ഒന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾ എവിടെ തെരിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങളിപ്പോൾ ഒരു എലി ചത്താലും പൂച്ച ചത്താലും അതിൽ നിന്നുണ്ടാകുന്ന വേമ് വേറെയാണ്, ഇത് വേറെയാണ്. ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കൊട്ടണം, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് എടുക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും ഇത് പുറത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടൂല.
അതിലൊരു സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ആരും പുറത്ത് തിരിയേണ്ട. ഇതിൻ്റെ ഡീറ്റെയിൽസിനെ എന്താ നമ്മളെല്ലാ ജില്ലകളിലും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം ചില ജില്ലകളിൽ നിന്നും പറയും നമ്മുടെ വാഴയുടെ തോട്ടത്ത് കണ്ടു, നമ്മുടെ റബ്ബറിൻ്റെ തോട്ടത്ത് കണ്ടു, സാറേ അതേപോലത്തെ സാധനമാണല്ലോ, അപ്പം ഞാൻ വെറുതെ അതിനെ വാങ്ങണ്ടല്ലോ, ഇതിനെടുത്ത് സ്വരൂപിച്ചാൽ പോരേന്ന്. ഇതിനെടുത്ത് സ്വരൂപിച്ചാൽ അതേ കിട്ടുള്ളൂ, ഇത് കിട്ടില്ല. അല്ലെങ്കിൽ ഇതിനെ സ്വരൂപിച്ചാൽ ഇതേ കിട്ടുള്ളൂ, അത് കിട്ടില്ല. എന്നുകൊണ്ട് വെച്ചാൽ അതും ഇതും വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചയിൽ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ഒരിക്കലും ഇത് അതല്ല. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നമുക്ക് ഈ ബീറ്റൽസ് മെച്ചുവർ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ എഗ്ഗാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഈ എഗ്ഗ് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷേ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ എഗ്ഗിൽ നിന്നും വേം ആയി കഴിഞ്ഞാൽ ഏതാണ്ട് 52 ദിവസം വേം നമ്മുടെ കൂടെ ഉണ്ട്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന സാധനം വേമാണ്, അതായത് പുഴു. അതുകൊണ്ടായിരിക്കാം ദൈവം അതിന് ആ ഒരു രീതിയിൽ ഒരു ലോങ് ലൈഫ് കൊടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ 52 ദിവസം നമുക്ക് പുഴുവായിട്ട് തന്നെ നമുക്ക് കിട്ടും. 52 to 53 ദിവസത്തിലേക്ക് ഇവർ പ്യൂപ്പ സ്റ്റേജ് കവർ ചെയ്യും. ഈ പ്യൂപ്പ സ്റ്റേജ് കവർ ചെയ്ത് 7 ദിവസം പ്യൂപ്പ അതുപോലെ ഇരിക്കും. ഈ പ്യൂപ്പയിൽ നിന്നും 7ാമത്തെ മുതൽ 8ാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോഴേക്കിന് ബീറ്റൽ പൊസിഷനിലേക്ക് മാറും. ബീറ്റൽ എപ്പോഴും ബീറ്റൽ ആവുന്ന സമയത്ത് ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് കളറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കളറിൽ ഒരു വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അത് ഇച്ചിരി ഡാർക്ക് ആവും, പിന്നെ അതൊരു ലൈറ്റ് കോഫി ആവും, അത് വീണ്ടും കുറച്ചും കൂടി ഡാർക്ക് കോഫി ആവും, അങ്ങനെ അതൊരു ബ്രൗണി ഷെയ്ഡ് ആവും. ബ്രൗണി ഷെയ്ഡിൽ നിന്ന് നേരെ പോയി കണ്ട് ഒരു ലൈറ്റ് ബ്ലാക്കിലേക്ക് പോകും. അങ്ങനെ അതൊരു ഡാർക്ക് ബ്ലാക്ക് എത്തും. അപ്പോൾ ഞാനിങ്ങനെ കുറേ കളേഴ്സ് പറഞ്ഞപ്പോൾ ഇതിനൊക്കെ കുറേ സമയങ്ങളുണ്ട് എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാലില്ല, നമുക്ക് 7 ഡേയ്സിൽ ഇവർ ഈ പറഞ്ഞ കളറുകളെല്ലാം ഫുൾഫില്ല് ചെയ്തിട്ട് ഇവർ ഫൈനൽ പൊസിഷനിലെത്തും. അപ്പോൾ ഈ ഫൈനൽ പൊസിഷനിലെത്തിയത് 7ാമത്തെ ദിവസം. ഇവിടുന്ന് 8 to 9 ഓൾറെഡി ഇവർ എഗ് പ്രൊഡക്ഷനിൽ സ്റ്റാർട്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ 15 ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടതിൽ ചിലപ്പം മെച്ചുവർ ആയവരുണ്ടാവാം, ആവാത്തവരുണ്ടാവാം. അവരെല്ലാവരും കൂടി ഒരു സിംഗിൾ പീരീഡിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ 15 ദിവസം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് 5 ദിവസം മുതൽ 15 ദിവസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിൽ മാറ്റാം. ടൈലറിങ് ആയിരുന്നു, അത് വിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡ് മൊത്തം കോൺട്രാക്ട് എടുത്ത് ചെയ്യായിരുന്നു. ഇപ്പോൾ എല്ലാം വിട്ട് അന്ന് ആദ്യം ചില പണിയുടെ കൂടെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു 24 വർഷത്തിൻ്റെ പുറത്തായിട്ട് വെറും മിണ്ടാപ്രാണികളുടെ കൂടെയാണ്. ഇപ്പം വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യയുടെ പേര് ജസീല എന്നാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ ഷാഹുൽ ഖാൻ, ഇപ്പം 10 വയസ്സ് കഴിഞ്ഞു. ഒരാൾ ഷഹബാസ് ഖാൻ, ഇപ്പം 4 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഭാര്യ ആവട്ടെ, ഉമ്മയാവട്ടെ, അനുജന്മാരാവട്ടെ, ഉപ്പാവട്ടെ, മക്കളാവട്ടെ, എല്ലാവരും എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ ഈ സമയം വരെ തയ്യാറാണ്. ശരിക്കും ഒരു കുടുംബത്തിന് ജീവിച്ചു പോകണമെങ്കിൽ ഇതിൽ നിന്നും ജീവിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് തെളിയിച്ചതാണ്. അതുകൊണ്ട് ഇതാർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആ ചെറിയ സ്ഥലത്ത് നമുക്ക് ലക്ഷക്കണക്കിന് സംഭവത്തെ പ്രൊഡക്ഷൻ ആക്കാൻ പറ്റും. അത്രയും ചെറിയ സ്ഥലത്ത് നമുക്ക് മറ്റുള്ള രീതിയിൽ ഒരു കറണ്ട് ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനോ അല്ലെങ്കിൽ ഒരു ഷെഡോ ഒന്നും തന്നെ വേണ്ട. വീടിൻ്റെ അകത്തളങ്ങളിൽ നമുക്കിത് വളർത്താം. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഇതിനൊന്നും ദുർഗന്ധമില്ല, ശബ്ദമലിനീകരണങ്ങളില്ല, ഒന്നുമില്ല. ഇത് രണ്ടും ഇല്ല എങ്കിൽ പിന്നെ നമുക്കിത് ചെയ്യാവുന്നതിന് വീട് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ കൊച്ചുങ്ങൾ പോയി കൈയിട്ട് പോയാൽ പോലും എന്നിട്ട് ആ കൊച്ചിന് പേടിക്കപ്പെടേണ്ട ഒന്നും തന്നെ ഇതിൻ്റെ അകത്തില്ല. എന്താ വെച്ചാൽ ഇത് തൊട്ടാൽ നമുക്ക് ദേഹം ചൊറിയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കേസാണ്. ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ട്രെയിനിങ്ങും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സൗജന്യമായിട്ട് ട്രെയിനിങ് ഉണ്ട്. ഒരു പൈസയുടെ പോലും നിങ്ങൾക്ക് ചിലവില്ല ആ കാര്യത്തിന്. നിങ്ങൾക്ക് വേം വാങ്ങാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ നൽകേണ്ടി വരും. അല്ലാത്ത പക്ഷം വേറെ ഒന്നിനും ഒരു ചിലവുമില്ല. ചില സൗജന്യമാണ് നമ്മുടെ പരിശീലനങ്ങളൊക്കെ. ഇപ്പം നമുക്ക് കോവിഡ് പ്രോബ്ലം ഉണ്ടായതിനെ കൊണ്ട് കസ്റ്റമേഴ്സിന് പരിശീലനത്തിൽ പങ്കെടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ടെലിഫോണിലൂടെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പറുണ്ട്. നമ്പർ ഞാനൊരു തവണ പറയാം. 9020994214. ഇതാണ് എൻ്റെ നമ്പർ.
നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ പരാജയത്തിൽ നിന്നും നിങ്ങൾക്കൊരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കോൺടാക്ട് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പിങ് ചെയ്തുതരും. നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് അത്രേ പഠിക്കാനുള്ളൂ. ഒരു കൊച്ചു കുട്ടിക്ക് പഠിക്കാവുന്ന കേസുള്ളൂ. ഡയറക്റ്റ് വന്നാൽ 10 മിനിറ്റ് കൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്ന കാര്യമേ ഇതിൻ്റെ അകത്തുള്ളൂ. മറ്റൊരാളോട് ചോദിച്ചാൽ ചിലപ്പോൾ അയാൾ അതിൻ്റെ സീക്രട്സ് നിങ്ങൾക്ക് പറയാണ്ടിരുന്നേക്കാം. നമുക്കിവിടെ ഒരു സീക്രട്സും ഇല്ല. ഇത് തുറസാക്കപ്പെട്ട വിഷയമാണ്. നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ പറയും. അതിനേക്കാളും ബെറ്റർ ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യും.